സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴേ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എല്ലാവർക്കും അറിയാം ഒളിച്ചോട്ടം തന്നെയാണ് മെയിൻ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട്, തട്ടിയിട്ട് പോകുന്നവരുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ചില ടീമുകൾ എന്ന് പറഞ്ഞാൽ മക്കളെ ഇതാക്കിയിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ കുറേ ടീമുകളുണ്ട്. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയലുണ്ട് എപ്പോഴും, നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ, പക്ഷേങ്കിൽ മക്കളെ ഒന്നും ചെയ്യില്ലേ, ആ ഭർത്താവിനെ ഒന്നും ചെയ്യില്ലേ എന്ന് പലരോടും പറയാറുണ്ട്. ഏതായാലും നമുക്ക് ഒരു ന്യൂസ് കേൾക്കാം. അതിനുശേഷം ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. കാമുകനൊപ്പം ഒളിച്ചോടിയ യുവതിയെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഭർത്താവ് ആക്രമിച്ചു. പത്തനംതിട്ട അടൂരിലാണ് സംഭവം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് യുവതിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകും വഴിയായിരുന്നു മിന്നലാക്രമണം. 8 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ചാണ് ഭർത്താവിന്റെ അടുത്ത സുഹൃത്തിനൊപ്പം 24-കാരി വീട് വിട്ടിറങ്ങിയത്. കൃഷ്ണമോഹൻ സംഭവ സ്ഥലത്ത് പോയി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളെ കയ്യിൽ കിട്ടിയത് നിങ്ങൾ വേറെ ആളെ നോക്കാൻ ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കും പറ്റുന്ന ഇതന്നെയായി ഇത്. ഗൾഫിലേക്ക് വരുമ്പോൾ ഒന്ന് നോക്കണേ, അമ്മ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു പോകുന്നവന്മാർക്ക് ഇതൊരു പാഠം തന്നെയാണ്. പിന്നെ അവൻ എന്താ ചെയ്യേണ്ടത്? അവൻ ഇന്നലെ ചെയ്തത് എന്താണ്? അതായത് പോലീസുകാരുടെ കൂടെയാണ് ഈ പെണ്ണ് വരുന്നത്. കണ്ടപ്പോൾ അവനെ സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ അറിയുക, നല്ല പൈസയാണ് ഇവൻ അയച്ചു കൊടുക്കുന്നത്. ഈ അയച്ചു കൊടുക്കുന്ന പൈസ തേച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവനാണ് മിണുങ്ങുന്നത്. അവൻ ഒരു ജോലിയും ചെയ്യാതെ ഇവിടെ നിന്ന് ഇങ്ങനെ തേരാ നടക്കുന്നത്. അവസാനം എന്ന് പറഞ്ഞാൽ ഏകദേശം കുറച്ച് പൈസയെല്ലാം ആയപ്പോഴേ ഒരു മുങ്ങലാണ്. ആ മുങ്ങിയപ്പോഴേ അമ്മ വിളിച്ചു പറഞ്ഞു, മോനെ നിൻ്റെ ഭാര്യ പോയടാ, എന്ത് ചെയ്യണം എന്ന്. അപ്പോൾ തന്നെ കേസ് കൊടുത്തു. ഇവൻ്റെ ആദ്യം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസയാണ്. കുട്ടീനെ അവിടെ തന്നെ ആക്കിയിട്ടുണ്ട് പറഞ്ഞു. ഏതായാലും ആ പൈസ കൊണ്ടുപോയിനു എന്നറിയാൻ വേണ്ടി നോക്കുമ്പോഴേ അക്കൗണ്ട് മുഴുവൻ കാലിയാ, എല്ലാം കൊണ്ടുപോയിരിക്കുന്നു. ഒരു ഉറുപ്പ്യ പോലും ബാക്കിയില്ല എന്നുള്ളതാണ്. ആ മനുഷ്യൻ അവിടെ കിടന്ന് നായി നയിക്കുന്ന പോലെ നയിക്കുകയാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ പ്രവാസികളുടെ നയിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പോലും കഴിയില്ല, അങ്ങനെയുള്ള നയിപ്പാണ്. അങ്ങനെ നയിച്ച് ആ പൈസ തേച്ച് ഇവൻ കൊണ്ടുപോയി, ഇവള് കൊണ്ടുകൊടുത്തത് അവനാണ്. അതുമാത്രമല്ല അവൻ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ മുന്നിലോട്ട് അവളെയും കൂട്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അവൾക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവന് മാത്രം മതി എന്നാണ് പറയുന്നത്. അവനൊന്നും നോക്കിയില്ല, റോഡ് സൈഡിലുള്ള കല്ലുണ്ടല്ലോ അത് എടുക്കുകയും ചെയ്തു. ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിലാണെന്നാണ് പറയുന്നത്. അല്ല, അവനെ കുറ്റം പറയാൻ പറ്റൂല, എന്നാൽ അങ്ങനെ ചെയ്യാനും പാടില്ല. കാരണം ഇപ്പം അവൻ്റെ ജയിലും ഇത് പോയില്ലേ, അവൻ ഇനിയിപ്പോൾ ആയുഷ്കാലം മുഴുവൻ ജയിലിൽ കിടക്കണ്ടേ. എൻ്റെ അഭിപ്രായത്തിന് പോകുന്നതങ്ങ് പോയിക്കോട്ടെ, പോയിട്ട് അങ്ങ് എന്തൊക്കെ തൊലിയട്ടെ എന്ന് വിചാരിച്ചിട്ട് നേരെ പോയിട്ട് ഗൾഫിൽ പോയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് മോനെ ഇനിയൊരു കല്യാണമൊക്കെ കഴിക്കുമല്ലേ വേണ്ടത്. പിന്നെ വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് ഈ പെൺകുട്ടി ചാടി വന്നതാണെന്നാണ് പറയുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തുനിന്ന് സമ്മതമില്ലാതെ ചാടി വന്നതാണ്. അപ്പം ചാടിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഈ കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ പറഞ്ഞു നീ ഇങ്ങനെ ചാടണം, അതുപോലെ തന്നെ ഇവളെ പ്രേമിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യവും പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു വീട്ടിൽ നിന്നും അച്ഛനെയും അമ്മയെയും ധിക്കരിച്ച് 10-20 വർഷം അച്ഛനും അമ്മയും പോറ്റതാ. ആ അച്ഛനെയും അമ്മയെയും ഒരു ദിവസം കൊണ്ട് പറ്റിക്കാൻ കഴിയുമെങ്കിൽ ആകെ 8-9 മാസവും പരിചയമുള്ള ഇവനെയാണോ പിന്നെ പറ്റിക്കാൻ കഴിയാത്തത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ചാടി വരുന്നവരൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്നും ചാടിപ്പോകും. നിങ്ങളൊക്കെ വിചാരിക്കുന്നില്ലേ, അതായത് ഒരാൾ ചാടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ അയാൾ എൻ്റെ കൂടെ നിൽക്കുന്നു? ഒരിക്കലും നിൽക്കത്തില്ല, ഗ്യാരണ്ടി തരുന്നത്. കാരണം എന്താ അറിയുക, അവരൊന്നെങ്കിലും ചാടും, ഇല്ലെങ്കിൽ അവർക്ക് പുതിയൊരു ബന്ധം ഉണ്ടാകും. ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കൂട്ടുകാരനോട് പറഞ്ഞു ഞാൻ ഗൾഫിൽ പോവുകയാണ്. കാരണം ചാടിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇവന് മനസ്സിലായി ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് പൈസയൊക്കെ വേണം, അതിന് വേണ്ടിയിട്ട് ഇനി തേരാപ്പാരിയൊന്നും ചെയ്താൽ നടക്കൂല. അങ്ങനെ എന്ന് പറഞ്ഞാൽ പ്രേമിക്കുമ്പോൾ പോലെയല്ലല്ലോ. പ്രേമിക്കുമെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മോട് ചോറ് കൊടുത്തോളും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തുണി കൊടുക്കും, എല്ലാം കൊടുക്കും. പക്ഷേ ചാടിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെ കൊടുക്കണ്ടേ. അപ്പോൾ പിന്നീട് എന്ന് പറഞ്ഞാൽ അത്ര സുഖമൊന്നും തോന്നിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് ഇവൻ ഗൾഫിൽ പോകുന്നത്. ഗൾഫിൽ പോകുമെന്ന് പറഞ്ഞാൽ കൂട്ടുകാരനോട് പറഞ്ഞു എടാ ഒന്ന് നോക്കണേ, അമ്മയെ മാത്രമേ ഉള്ളൂ, നീ മാത്രമാണ് എൻ്റെ ആശ്രയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ കൃത്യമായിട്ട് നോക്കി എന്നുള്ളതാണ്. അവൻ നല്ല രീതിയിൽ നോക്കി എന്നുള്ളതാണ്. നോക്കാണ്ടിരുന്നില്ല കേട്ടാ. അവൻ നല്ല രീതിയിൽ രാവിലെയും വൈകുന്നേരവും, അത് മാത്രവുമല്ല പേടിച്ചു പോണ്ട എന്ന് കരുതിയിട്ട് അവിടെ അടുത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ മാറോടണച്ചിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ അവൻ വരുന്നത് വരെ സംരക്ഷിച്ചു. പക്ഷേ പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ അങ്ങ് പോയി എന്നുള്ളതാണ്. ഏതായാലും വന്നു കഴിഞ്ഞാൽ തിരിച്ചു തരാം എന്ന് കരുതിയിട്ടായിരിക്കാം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പോയിരിക്കുന്നത് തന്നെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ദൂരെ ജോലി കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവൻ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നോക്കാൻ ഏൽപ്പിച്ചത് അതുപോലെ അങ്ങ് തരാം എന്ന് കരുതിയിട്ട് കൊണ്ടുപോകാനും വഴിയില്ലേ? അങ്ങനെയുണ്ടല്ലോ. അതായത് ഒരാൾ നോക്കാൻ ഏൽപ്പിച്ച സാധനം നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കൂലേ?
അപ്പം അതുപോലെ ചെയ്തതാകാനും വഴിയുണ്ട്. പക്ഷെ ഇവൻ്റെ പൈസ മുഴുവൻ കൊണ്ടുപോയപ്പോഴാണ് ഇവന് ആകമാനം ഭയങ്കരമായിട്ടുള്ള ബേജാറായത്. എല്ലാ പൈസയും അവിടെ നയിച്ച മുഴുവൻ പൈസ എന്ന് പറഞ്ഞാൽ എല്ലാം വന്ന് നോക്കിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പൈസ അതിൻ്റെ അകത്തില്ല. ബാങ്കിലെ പൈസ മുഴുവൻ കാലിയാണ്. അതായത് മാസാമാസം എന്ന് പറഞ്ഞാൽ 60,000 70,000 അയച്ചിരിക്കുന്ന അവൻ്റെ അക്കൗണ്ടിൽ നല്ലൊരു പൈസ വേണ്ടിയാണ്. പക്ഷെ ഒറ്റ പൈസ എല്ലാം കൊണ്ടുപോയിനി. അതുമാത്രമല്ല മാസാമാസം എന്ന് പറഞ്ഞാൽ ഇവന് തിന്നാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ കൊടുക്കും. ഈ കാമുകൻ എന്ന് പറയുന്നവന്, കൂട്ടുകാരൻ എന്ന് പറയുന്നവന് ഒരുപാട് പൈസ കൊടുക്കും. അപ്പം നമ്മുടെ നാട്ടിൽ ഈയിടെയായിട്ടെന്ന് പറയുന്നത് ഇതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. പണ്ടൊന്നും ഇത്ര ഇതില്ല. ഇപ്പോഴേ എല്ലാവരും അതിന് പള്ളു പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫുകാർ തന്നെ എല്ലാം പ്രവാസികളുടെ പേരിലാണ്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിയല്ല, നിങ്ങൾ അവിടെ പോയി 2-3 വർഷം കഴിഞ്ഞിട്ട് വരുന്നേ, നിങ്ങൾ ശരിയല്ല എന്ന് തന്നെയാണ് നാട്ടുകാർ മുഴുവൻ പറയുന്നത്. എന്ത് നന്ദി കെട്ട ആൾക്കാരാണല്ലേ ശരിക്ക്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. നമ്മൾ 80-ലും 60-ലൊക്കെ നമ്മളിവിടെ ജീവിച്ചത് കണ്ടെയാണ്. പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവത്വങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ അവിടെ പോയി അധ്വാനിച്ചതിന് ശേഷമാണ് നമ്മുടെ നാട് ഇത്രയും പുരോഗതിയിലേക്ക് വന്നത്. ഒരു 90-ലും 2000-ലൊക്കെ നമ്മുടെ നാട് ഇങ്ങനെയായിരുന്നോ? ഇപ്പോഴും നമ്മുടെ നാടിൻ്റെ മാറ്റം നോക്കുക. അതെന്താ? ഈ ഗൾഫിലേക്ക് ആൾക്കാർ പോകാൻ തുടങ്ങിയത് തന്നെയാണ്. ഇപ്പോഴും നമ്മുടെ നാടിൻ്റെ മാറ്റങ്ങൾ, അതായത് എവിടെ നോക്കിക്കഴിഞ്ഞാലും KFCയും അതുപോലെ തന്നെ മറ്റുള്ള സിയും പിന്നെ AFC ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം, പിന്നെ കുഴിമന്തികൾ കുറേ സെൻറ്ററുകൾ അത് വേറെയും, അഫ്ഗാനി ചിക്കൻ നിലവാരം വേറെയൊന്നും. ഇതൊക്കെ ഇവിടെ വന്നത് എങ്ങനെയാണ്? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രവാസികൾ ഉള്ളത് കൊണ്ട് മാത്രം. അല്ലാതെ ഇവിടെ കൂലിപ്പണി ചെയ്തിട്ടൊന്നും ഇതൊന്നും ഒരുത്തിനും തിന്നാൻ കഴിയില്ല. പ്രവാസികളാകുമ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കും, വാങ്ങിച്ചു തിന്നുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞാൽ ഇവർ കുറ്റം പറയുന്ന ആരെയും അറിയാം, പ്രവാസികളാണ്. നിങ്ങൾ വരുന്നത് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ്, 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അത് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ഇരിക്കുന്നവർക്ക് അത് മനസ്സിലാകുന്നില്ലേ. പിന്നെ എന്താണ്? അതായത് ഇവിടെ ഒളിച്ചോടിയ ഒരു പിന്നെ സ്ത്രീക്ക് ഒരു കുഴപ്പമില്ല. അവരെല്ലാവരും നല്ലത് പറയുന്നു. അത് ശരി, നീ അങ്ങനെ പോയാ എന്നാ പിന്നെ ഗുണം തന്നെ. അതായത് ആ പാവത്തിന് എല്ലാവരും കുറ്റം പറയുകയാണ്. അതാണ് നീ മനസ്സിലാക്കേണ്ടത്. അതായത് ഇവിടെയുള്ള എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുച്ഛം പോലെയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഇത്രയും സുഖത്തിൽ ഇവിടെ ചില ആൾക്കാരൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതുമാത്രമല്ല പ്രവാസികളെ പുച്ഛം പറയുന്നവൻ്റെ വീട്ടിൽ തന്നെ 4 പ്രവാസികൾ വേറെ ഉണ്ടാകും. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരും ഒരുപാട് ജീവിത സാഹചര്യങ്ങളും ഒക്കെയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഉഡായിപ്പുകളും വഴിതെറ്റലുകളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കി നോക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എല്ലാ സ്ഥലത്തും തന്നെ ക്യാമറയുണ്ട്. അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാമറ വെക്കാം. വീടിന് ചുറ്റും തന്നെ നല്ലൊരു ക്യാമറ കൊണ്ടുവെക്കുക. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൾഫിലേക്ക് കണക്ട് ചെയ്യിക്കുക. ആ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കണമല്ലോ. ഇപ്പം എങ്ങനെയാണ് ചാടുന്നത് നമുക്ക് നോക്കണമല്ലോ. ഇപ്പോൾ കുറേ നാൾ മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് മലേഷ്യയിൽ എവിടെയോന്ന് പറഞ്ഞ ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ ഭാര്യ ഇതുപോലെ ഇറങ്ങിപ്പോയതാണ്. ഇപ്പോൾ എവിടെയാണ് ഉള്ളത്, എന്താ ചെയ്യുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് അന്ന് എന്നൊക്കെ പറഞ്ഞാൽ ഫ്ലൈറ്റുകളിൽ ഇങ്ങനെ പറന്ന് നടക്കുന്ന ആൾക്കാരാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഏതോ ഒരു കുശിനിപ്പൊരയിൽ അവിടെ ഇരിപ്പുണ്ടാടുന്നത്. ആലോചിക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേമത്തിന് കണ്ണും മൂക്കില്ല പറഞ്ഞ പോലെ എന്തെങ്കിലും ഒന്ന് അപ്പോഴേക്കും അങ്ങ് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിക്കുമ്പോൾ എൻ്റെ പേരാണ്. നന്ദി, നമസ്കാരം.